കേരളം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം നാളികേരത്തിൻ്റെ നാടാണ്. സിനിമാ ഗാനങ്ങൾ വരെയുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിൽ നാഴികീടങ്ങഴി മണ്ണുണ്ട് എന്നുള്ളത്. പക്ഷെ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആശങ്ക ജനിപ്പിക്കുന്ന ഒന്ന്, കൃഷിയിടങ്ങൾ ശുഷ്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ കൃഷിക്ക് പ്രസക്തമായ ഒരു സ്ഥാനം കൊടുക്കേണ്ട കാര്യം അനിവാര്യമായിരിക്കുന്നു. ഒരു രണ്ടാം കാർഷിക വിപ്ലവം കേരളത്തിൽ അനിവാര്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വളരെയധികം പ്രസക്തിയേറുന്നു. കൃഷിക്കാരോടൊപ്പം പ്രവർത്തിക്കുന്നതിനാണ് ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ശമ്പളം വാങ്ങിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇടവേല കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പോയി അന്വേഷിച്ചാൽ അറിയാം, CPCRലെ ശാസ്ത്രജ്ഞന്മാർ എത്രയോ പ്രാവശ്യം അവിടെ ചെന്നിരിക്കുന്നു. ഭരണിക്കാവ്, തെക്കേക്കര, ദേവികുളങ്ങര, ഹരിപ്പാട്, കരിയിലക്കുളങ്ങര, കൃഷ്ണപുരം. ഒരുപക്ഷെ എന്തെങ്കിലും പ്രത്യേക പ്രശ്നത്തിന് അദ്ദേഹത്തിൻ്റെ ഈ ഹരീഷ് കുമാറിൻ്റെ തോട്ടത്തിൽ ഞങ്ങൾക്ക് വരാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കാണത്തില്ല. ദയവായി പ്രശ്നമുണ്ടെങ്കിൽ പറയൂ, തീർച്ചയായിട്ടും മറ്റന്നാൾ നിങ്ങളുടെ തോട്ടത്തിൽ വന്ന് സന്ദർശിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കൃഷിക്കാർ അവരുടെ പ്രശ്നങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 100 പരം കർഷകരുടെ തോട്ടത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു 4-5 മാസത്തോടു ഉള്ളിൽ പോയിട്ടുണ്ട്. ഒരു ടീമായിട്ട് തന്നെ പോകുന്നു. രോഗങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രജ്ഞന്മാരെ, കീടങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രജ്ഞന്മാരെ, മണ്ണിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ശാസ്ത്രജ്ഞന്മാരെ, പിന്നെ സാമൂഹ്യ ശാസ്ത്രം അല്ലെങ്കിൽ കൃഷി വിജ്ഞാനത്തിലെ ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ തീർച്ചയായിട്ടും കർഷകരോടൊപ്പം പ്രവർത്തിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. കാരണം നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കാൻ പറ്റൂ. ഇവിടെ 2-3 കർഷക സുഹൃത്തുക്കൾ പറഞ്ഞു CPCRയുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഇല്ല എന്ന്. അത് വസ്തുനിഷ്ഠമായ കാര്യങ്ങളല്ല. ഭരണിക്കാവ് പഞ്ചായത്തിലെ ചെമ്പൻചെല്ലി, കറുത്തചെല്ലി, മണ്ടരി ഇത്യാദി കാര്യങ്ങൾക്ക് വേണ്ടി ഈ CPCRലെ ഡോക്ടർ അനിതകുമാരി, ഡോക്ടർ തോമസ് സാറ്, പേര് മറന്നുപോയി, അവർ 3-4 പേര് അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണിക്കാവ് പഞ്ചായത്തിൽ അവർ ഫുൾ ടൈം ഈ രോഗപ്രതിരോധത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണിക്കാവ് പഞ്ചായത്ത് മാത്രം പ്രത്യേകം കേന്ദ്രീകരിച്ച് ഈ രോഗത്തിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പഠന പല കർഷക സുഹൃത്തുക്കളും CPCRയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ പ്രതികരണമാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അടുത്ത കാലത്ത് ഇവിടുത്തെ സയൻറ്റിസ്റ്റുകളിൽ നിന്ന് നല്ല പ്രതികരണമാണ്. ഞാൻ എൻ്റെ ഗ്രാമപ്രദേശം ഒരു റൂറൽ ഏരിയ ആണ്, അവിടെ തന്നെ ഞാനൊരു ക്യാമ്പ് നടത്താൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ആ ക്യാമ്പിന് പോസിറ്റീവ് ആൻസർ കിട്ടി. ക്യാമ്പ് നടത്തി വളരെ വിജയപ്രദമായ 150-200 പേരോളം കൂടി ഒരു ക്യാമ്പായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കർഷകരുടെ ഇടയിലേക്ക് ഇവിടുത്തെ സയൻറ്റിസ്റ്റുകൾ വരുന്നുണ്ട്. ഈ രോഗത്തിനൊരു ഉന്മൂലനം ചെയ്യുന്ന ആ ഒരു ഇച്ഛാശക്തി അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതേപോലെ തന്നെ കർഷകർ സുഹൃത്തുക്കളും ഈ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഈ രോഗത്തിൻ്റെ ഒരു പ്രതിരോധം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. CPCRയിൽ നിന്ന് ഞാൻ അറിയുന്നിടത്തോളം 99.9% ഒരു ലെറ്റർ നമുക്ക് സാധാരണ ഞങ്ങളുടെ വിജ്ഞാന വ്യാപനത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ടെക്നോളജി നിങ്ങളുടെയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഡയഗ്നോസ്റ്റിക് ഫീൽഡ് വിസിറ്റ് തന്നെയാണ്. നമ്മളിവിടെ ഇരുന്ന് ചെയ്യുന്ന കാര്യമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം. അപ്പം സാധാരണ ഒരുപാട് എനിക്ക് തന്നെ ഡെയിലി ഒരു ആവറേജ് 3 ഫോൺ കോൾ വരാറുണ്ട്. മിക്കവാറും ചെമ്പൻചെല്ലിയാണ് പ്രശ്നം, ചിലപ്പോൾ മണ്ടരി, വെള്ളയ്ക്ക, പൊഴിച്ചിൽ, ഇങ്ങനെ ഏതൊരു ഫോൺ കോൾ വന്നാലും അത് എല്ലാതും എനിക്കായിരിക്കില്ല കണക്ട് ചെയ്യുന്ന ആൾ അതിന് ആ ഫാർമറിന് ഒരു തൃപ്തമായിട്ടുള്ള മറുപടി കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ തന്നെ നമ്മൾ കൊടുക്കും. നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഇഫക്റ്റ് ഉണ്ടോ എന്ന് തിരിച്ചു പറയാം. അല്ലെങ്കിൽ ഇനിയും പ്രശ്നമുണ്ടെങ്കിൽ ഏത് സമയത്തും മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാറുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്നത് ഒരു പോസ്റ്റ് കാർഡിൽ ഹെഡ് CPCRA കായംകുളം എന്നുള്ളതിൽ എനിക്കിങ്ങനെ തെങ്ങുണ്ട്, എന്താണ് പ്രശ്നം ഒന്ന് എഴുതിയിടുക. ഇപ്പം നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് ചിലപ്പോൾ നിങ്ങൾ എഴുതിയിട്ട് പിറ്റേ ദിവസം നമുക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. ഒരു ഏരിയയിൽ ഇപ്പോൾ മാവേലിക്കര അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയയിലേക്കുള്ള നമുക്കൊരു വണ്ടി ആയിട്ട് പോകുമ്പോൾ ഒരു 5-6 പ്ലോട്ടുകൾ ഒന്നിച്ച്, അതായത് ഒരു ദിവസം തന്നെ നമ്മൾ ഈ സാറ് പറഞ്ഞ പോലെ ഒരു ടീം മെനക്കെട്ട് പോയി അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കി നമ്മളൊരു പരിഹാരം എപ്പോഴും കൊടുക്കാറുണ്ട്. മണ്ടരിക്കും ഈ ഒരു പ്രശ്നം നമുക്ക് പറ്റുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ആക്ച്വലി ശരിക്കുള്ള ടെക്നോളജി അത് എവിടെയാണ്, നമ്മളിതെല്ലാം കാർഷിക ഗവേഷണ കാർഷികത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളുണ്ട്, കർഷകശ്രീ, ഇതിനകത്തൊക്കെ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്നുണ്ട്, പേപ്പറിൽ കൊടുക്കാറുണ്ട്, ഇവിടെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ പറയാറുണ്ട് എന്താണ് അതിന് ശരിക്കുള്ള മരുന്നെന്ന്. അപ്പം ചിലപ്പം നമ്മൾ കടയിൽ പോയിട്ട് മണ്ടപ്പുഴുവിന് ഒരു മരുന്ന് വേണമെന്ന് പറയുമ്പോൾ അവർ തരുന്ന മരുന്ന് നമ്മൾ ചെയ്താൽ ചിലപ്പോൾ ഇഫക്റ്റ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ശരിക്കുള്ള മരുന്ന് എത്ര ഡോസിൽ എങ്ങനെ ചെയ്യണം അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം.
പിന്നെ മണ്ടരിക്കാണെങ്കിൽ ഇഫക്റ്റീവായിട്ട് ഒരു 80% ഒരു കാര്യത്തിന് മണ്ടരിയുടെ കാര്യത്തിൽ പ്രത്യേകം ഞാൻ പറയുന്നത് ജൈവ നിയന്ത്രണ മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നത് നമ്മൾ, രാസ കീടനാശിനികൾ തളിക്കാതെ. അപ്പോൾ ജൈവ നിയന്ത്രണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആ മണ്ടരി ഒരു ലെവലിൽ കുറച്ച് നിർത്താം, നമുക്ക് ദോഷമില്ലാത്ത പോലെ, തേങ്ങയ്ക്ക് വലിയ വലിപ്പമൊന്നും കുറയാതെ. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്ന ഒരു 80% വരെ നമുക്ക് കൺട്രോൾ കിട്ടുന്ന ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് മരത്തിൽ സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ വേരിൽ കൂടെ മരുന്ന് കൊടുക്കാം, നീമിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ ടെക്നോളജി ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ച് ചോദിച്ചാൽ നമ്മളത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു തരും. ആർക്കും എപ്പോഴും ഞങ്ങളത് സന്നദ്ധരാണ് പറയാൻ. എൻ്റെ പേര് മുരളീധരൻ നായർ. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, തെങ്ങിൻ്റെ ഈ കരിക്ക് മുതൽ വെള്ളയ്ക്ക മുതൽ കരിക്ക് തുടങ്ങിയ മുഴുവൻ സാധനങ്ങളും വാവൽ കടിച്ച് താഴെയിട്ട് കളയുകയാണ്. അത് ഒരു പരിഹാര മാർഗവും പല മാർഗങ്ങളും നോക്കിയെങ്കിലും ഒരു പരിഹാരവും അതിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനെന്ത് ചെയ്താൽ അത് മാറിക്കിട്ടും? അതിനുള്ള പ്രതിവിധി എന്തെങ്കിലും നിർദ്ദേശം ആയിട്ട് ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. ഈ വവ്വാലിനെ കുറിച്ച് പറയുകയായിരുന്നു. അപ്പം ഈ വവ്വാൽ തന്നെ ഈ പറയുന്ന മെച്ചങ്ങയെ പൊളിച്ചു എന്നുള്ളൊരു ചെറിയൊരു സംശയമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ പല കർഷക തോട്ടത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഈ വെള്ളയ്ക്ക പൊളിഞ്ഞു കിടക്കുന്നത് കാണുകയായിരുന്നു. അപ്പം അതെല്ലാം ഞങ്ങൾ പരിശോധന അടിസ്ഥാനത്ത് കണ്ടപ്പോൾ അതെല്ലാം എലിയുടെ ഒരു അറ്റാക്ക് പോലെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എങ്കിലും ചിലയിടത്ത് ഈ പറയുന്ന വവ്വാലിൻ്റെ ശല്യം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. വവ്വാലിൻ്റെ യഥാർത്ഥ ലക്ഷണം എങ്ങനെയെന്ന് വെച്ചാൽ, അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിൽ അല്ല ഈ മെച്ചങ്ങയെ പൊളിക്കുക. അതൊന്ന് ശ്രദ്ധിക്കണം. വവ്വാൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിലിരിക്കുന്ന ഈ കനൈൻ ടീത്ത് കാരണം അത് വളരെ എന്താ പറയുന്നത്, വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു സിംറ്റം ആയിരിക്കും കാണുക, വലിച്ച് പറിച്ച് കളയുന്ന ഒരു സിംറ്റം. അപ്പം അങ്ങനെ അല്ലാതെ കൃത്യം ഒരു റൗണ്ടായിട്ടുള്ള ഒരു ദ്വാരമുണ്ടെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും എലിയായിരിക്കും അവിടെ ശല്യം ചെയ്യുക. അപ്പോൾ എലി നമ്മൾ കണ്ടെന്ന് വരത്തില്ല. അപ്പം വവ്വാൽ അവിടെ നമുക്ക് പറന്ന് നടക്കുന്നത് ചിലപ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കാം നമുക്ക് സംശയപ്പെടുക. അപ്പം അത് ഒന്ന് തിരിച്ചറിയുക. തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള റൗണ്ട് എന്ന് വെച്ചാൽ അത് എലിയുടെ ശല്യമായിരിക്കും. എലി എന്ന് വെച്ചാൽ ആ തെങ്ങിനെ നമുക്ക് മനസ്സിലാക്കിയിട്ട്, എല്ലാ തെങ്ങിനും എലി അറ്റാക്ക് ചെയ്യാറില്ല. ആ തെങ്ങിനെ മനസ്സിലാക്കി അതിനകത്ത് നമുക്ക് ബ്രോമോഡൈലോണിൻ്റെ കേക്ക് അവൈലബിൾ ആണ്, അത് വയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എലി കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ തണ്ടിൽ തന്നെ പോളിത്തീൻ കവറോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടിൻ പാഡോ വെച്ചാൽ തന്നെ എലി കയറാതെ ഇരിക്കും. മണ്ടകൾ വൃത്തിയാക്കിയാലും എലിയെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മോസ്റ്റ്ലി അത് എലിയായിരിക്കാനാണ് സാധ്യത, വവ്വാലായിരിക്കാൻ സാധ്യത കുറവാണ്. ഈ ഒരു തെങ്ങിന് തെല്ല് കയറിയാൽ അത് ശാസ്ത്രീയമായി നമ്മൾ നശിപ്പിക്കണം. ആ ശാസ്ത്രീയമായി നശിപ്പിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരു തച്ച് 2 തച്ച് ദിവസം വേണം ഒരാളിനെ നിർത്തിയാൽ അത് നമുക്ക് ശരിയാക്കാൻ. ഈ കർഷകനെന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണത്തിന് എന്നെ കൊണ്ട് പറ്റുകയില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ധാരാളം തെങ്ങ് ചെല്ലി കയറിപ്പോയിട്ടുണ്ട്. അത് ഇതിനെ കീറി ശാസ്ത്രീയമായിട്ട് നമ്മൾ അതിൽ വേരോടുകൂടി എടുത്തിട്ട് അത് തീ കത്തിച്ച് നശിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് ചെയ്യേണ്ടത്. അതൊരു തൊഴിലാളിയെ വിളിച്ചാൽ പിന്നെ 1.5 തച്ച് 2 തച്ച് ജോലി, അതുകൊണ്ട് 1500-1800 രൂപ ചിലവാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രാക്ടിക്കൽ സൈഡുണ്ട്. അതാണ് ഈ ബുദ്ധിമുട്ട്. എൻ്റെ വീട്ടിൽ തെങ്ങ് നീരൊലിപ്പിൻ്റെ ഒരു രോഗമുണ്ട്. 40 അടിയിൽ കൂടുതൽ ഉയരമുണ്ട്. ഈ തെങ്ങ് കയറി കിഴുത്ത ഇട്ടിട്ട് CPSRൽ നിന്ന് ഇപ്പോൾ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് ഒരു മരുന്ന് ഒഴിക്കുന്ന കാര്യം. പക്ഷേ എങ്ങനെ സാധിക്കും? ഒരാളിനെ നമ്മൾ കണ്ടെത്താൻ പ്രയാസമാണ്. കണ്ടെത്തി വന്നാൽ ആ ആൾ മരത്തിൻ്റെ മണ്ടയിൽ കയറി കിഴുത്ത ഉണ്ടാക്കി ഈ മരുന്നൊഴിച്ച് വേണം ഇത് ശരിയാക്കാൻ. പക്ഷേ അതും ഞാൻ ഈ പറഞ്ഞ സാമ്പത്തിക പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വിഭാഗം കർഷകനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ട്. അതാണ്. എൻ്റെ പേര് അഹമ്മദ് കുഞ്ഞ്, പന്നിക്ക പഞ്ചായത്തിൽ നിന്ന് വരികയാണ്. ഞാൻ ചെറുപ്പം പോലെ കർഷകനാണ്. തെങ്ങ് വെച്ച് തടിയാവുമ്പോഴും അത് തന്നെ കൂമ്പ് വരുമ്പോഴത്തേക്കുണ്ട് അടിക്കുന്ന് പുഴു കയറി താഴെ പോവുകയാണ് കംപ്ലീറ്റ്. വിരാറ തെങ്ങ് ഇങ്ങനെ നശിക്കുകയാണ്. അതിന് പരിഹാരം പറയണം ഇവിടുന്ന്. ചെമ്പൻ ജില്ലയെക്കുറിച്ചും അതേപോലെ കൊമ്പൻ ജില്ലയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരു 1-2 വാചകങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ സംസാരിച്ചിട്ട് അടുത്തതിലേക്ക് പോകാം. തെങ്ങിൻ്റെ പരിചരണത്തിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത് ചെല്ലി തന്നെയാണ്. അപ്പോൾ ഈ ചെറിയ തൈ വെക്കുമ്പോൾ തന്നെ അതങ്ങ് നശിച്ചു പോകുന്നതിന് പ്രധാന കാരണം അതിൻ്റെ നാമ്പോല കറുത്ത ചെല്ലി വന്ന് കുത്തുന്നതാണ്. കറുത്ത ചെല്ലി നമ്മളവിടെ കാണാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പുഴുവിനെ കാണാത്തതുകൊണ്ട് അത് വന്ന് കുത്തി മുറിവാക്കി ചിലപ്പം ആ നാമ്പ് തന്നെ അങ്ങ് ഉണങ്ങിപ്പോവും. അല്ലെങ്കിൽ ഈ ആനയുടെ തുമ്പിക്കൈ പോലെ അത് വേറെ സൈഡിൽ കൂടെ വളർന്നു വരും. അങ്ങനെ ആ തൈയിൻ്റെ വളർച്ച വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങ് മുരടിച്ചു പോവുകയാണ്.
അപ്പം ഇതിന് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, എപ്പോഴും നമ്മളൊരു തൈ വെക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 5 വർഷം അതിന് ശരിക്കും ഒരു പരിചരണം കൊടുക്കണം. അതിനായിട്ട് ഈ നാമ്പോല, വിരിയാത്ത നാമ്പോലയുടെ ഓപ്പോസിറ്റുള്ള 2 ഓലക്കവിളിൽ എന്തെങ്കിലും ഒരു സാധനം, അതിനെ റിപ്പൽ ചെയ്യുന്ന, ആ ചെല്ലി വരാതിരിക്കാനുള്ള എന്തെങ്കിലും നിറച്ചു കൊടുക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് കുറേ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫാർമേഴ്സിന് ഏതാണ് ലോക്കലി കിട്ടുന്നതെങ്കിൽ അത് ചെയ്യാം. ചെറിയ തൈയാണെങ്കിൽ, 1 വർഷമുള്ള തൈയാണെങ്കിൽ അല്ലെങ്കിൽ 2 വർഷമൊക്കെയുള്ള തൈയാണെങ്കിൽ പാറ്റ ഗുളികകൾ, നാഫ്തലിൻ ബോൾസ് 2 എണ്ണം വീതം ഓപ്പോസിറ്റുള്ള ഓലക്കവിളിനകത്ത് വെച്ച്, ഓലക്കവിളിനകത്തേക്ക് ഇറക്കി വെച്ച് കുറച്ച് മണലിട്ട് മൂടണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു 2.5 മാസത്തേക്ക് വരില്ല. പിന്നെയും പുതിയ നാമ്പ് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഓലക്കവിളിൽ അത് ചെയ്യണം. അത് കുറച്ചും കൂടെ ഓലക്കവിൾ വലുതായി കഴിയുമ്പോൾ, അതായത് ഓലപ്പട്ട കുറച്ചും കൂടെ വീതിയായി കഴിയുമ്പോൾ ഇതിന് പകരം നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് നല്ല ക്വാളിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് മണലുമായിട്ട് മിക്സ് ചെയ്ത് ആ ഓലക്കവിൾ നിറയുന്ന പോലെ നിറച്ചു കൊടുക്കണം. കാരണം ഈ ചെല്ലികളുടെ ഭക്ഷണം തെങ്ങാണ്. അപ്പോൾ എപ്പോഴും അതിനൊരു അട്രാക്ഷൻ ഉണ്ടാവും ഭക്ഷണത്തിന് വരാനായിട്ട്. അപ്പോൾ അതിന് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രതിവിധി ചെയ്താൽ മാത്രമേ ആ ചെറിയ പ്രായത്തിൽ തെങ്ങിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതല്ലാണ്ട് നിങ്ങൾക്ക് കെമിക്കൽസും നമുക്ക് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫെർട്ടേറ എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്, ഗ്രീൻ ലേബൽ ഉള്ളതാണ്. അത് 6 ഗ്രാം നമുക്ക് 250 ഗ്രാം മണലുമായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ ലീഫ് ആക്സിൽ ചെയ്യാം. അപ്പോൾ ഈ ലീഫ് ആക്സിൽ ചെയ്താൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു 5 വർഷം 6 വർഷം വരെ നമുക്ക് എത്തുന്ന അത്ര മതി. നമുക്കൊരു തെങ്ങ് കയറ്റക്കാരെ കയറി ലീഫ് ആക്സിൽ ചെയ്യേണ്ട. നമുക്കൊരു സാധാരണ ലേഡീസിനോ കുട്ടികളെ ഒക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ തൈയാണ്, ദിവസം ഒന്ന് പോയി നോക്കുക, അതിനകത്ത് ഒരു ലീഫ് ആക്സിൽ നിറഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അത് വലിയ തെങ്ങിലൊന്നും നമ്മൾ കയറുന്ന ആളെ വെച്ച് ലീഫ് ആക്സിൽ ചെയ്യേണ്ട കാര്യമില്ല. ഈ ചെറുപ്രായത്തിൽ കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്താൽ അതിൻ്റെ ഓലകൾക്ക് നാശം വരാതിരിക്കുകയും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അതിന് നല്ലൊരു ഈൽഡ് കിട്ടുകയും ചെയ്യും. എൻ്റെ പേര് ബാബു, ആറാട്ടുപുഴ പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 വർഷത്തിന് മുമ്പ് ഈ നാട്ടിൽ വന്ന്, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൃഷിയായിട്ട് സംബന്ധിച്ച് ഇടപെട്ടത്. ആ കൃഷിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് എലിസബത്ത് മാഡുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിയിൽ ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ CPCRIയിലെ പല ക്ലാസ്സിന് എന്നെ വിളിക്കുകയും CPCRIയിൽ നിന്ന് തന്നെ കലാവതി മാഡവും മറ്റ് സയൻറ്റിസ്റ്റുകളും എൻ്റെ ഫ്ലോട്ടിൽ വന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഇവിടുന്ന് തന്നെ ആ നിർദ്ദേശം അനുസരിച്ച് ഞാൻ തെങ്ങുകളെല്ലാം പിഴുതു മാറ്റി മറ്റു തൈ ഈ CPCRIയിൽ നിന്ന് തന്നെ എനിക്ക് എൻ്റെ ഫ്ലോട്ടിൽ കൊണ്ടു തന്നു ഫ്രീ ആയിട്ട്. പിന്നെ കാറ്റ് വീഴ്ച, ചില തെങ്ങിൻ്റെ രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴവിടെ സംഭവിച്ചിരിക്കുന്നത് മഞ്ഞ രോഗം വന്നിട്ടുണ്ട്. ആ മഞ്ഞ രോഗത്തിനുള്ള പ്രതിവിധിയെക്കുറിച്ച് അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാനൊരു CPSൻ്റെ പ്രസിഡൻറ്റും പിന്നെ ഞങ്ങളൊരു 14 CPSകൾ ചേർന്ന് ഒരു ഫെഡറേഷൻ രൂപീകരിച്ച്, അത് ഞങ്ങളുടെ പ്രഥമ സംരംഭം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരു നഴ്സറി ഫോം ചെയ്ത്, അതായത് പൊള്ളാച്ചി പോയിട്ട് 10,000 വിത്ത് തേങ്ങ ഡ്വാർഫ് ഇനത്തിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പാകി അതിപ്പോൾ ഞങ്ങൾ കർഷകരുടെ വീടുകളിൽ എത്തിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ വിത്ത് കിളിച്ചു തുടങ്ങിയപ്പം ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഒരു തൈ പ്യൂർലി വൈറ്റ് ആയിട്ടാണ് വന്നത്. ഞങ്ങൾ CDBയിലെ സയൻറ്റിസ്റ്റുകളോട് പറഞ്ഞ് ഇവിടെ വന്ന് പറഞ്ഞു, CDBയിൽ നിന്ന് കുറച്ച് ട്രെയിനീസ് വന്നിട്ട്, അതായത് കൊച്ചിയിൽ നിന്ന് വന്നിട്ട് അതിനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഇവിടെ നിന്നുള്ള കാര്യങ്ങളും വന്നു കഴിഞ്ഞിട്ട് ആരും അതിനെ ഫോളോ അപ്പ് ചെയ്തില്ല, ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തില്ല. ഇപ്പം ഒരു ബിലോ 1000 നമ്പേഴ്സേ ഉള്ള ഈ തെങ്ങുകൾ, അതായത് നമ്മൾ ബാക്കിയുള്ള എല്ലാം കർഷകർക്ക് കൊടുത്ത് മലയും ഡ്വാർഫ് ചെറിയ ഇനം, അത് നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് കൂടുതൽ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവേഷണവും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷേ അത് കർഷകന് ഉപകരിക്കുന്ന വിധം ആ കാര്യങ്ങൾ ഈ ഭാഗങ്ങളിൽ നിന്ന് ചെയ്യണമെന്ന് ഒരു നിർദ്ദേശം, അത് ഏത് രീതി വേണമെങ്കിലും അതിനെ കാണാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ പരിചയപ്പെട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇത്രയും സൗഹൃദമായി ഫ്രണ്ട്ലിയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമില്ലെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ എൻ്റെ ചോദ്യം CPCROയോടല്ല, ശാസ്ത്രലോകത്തോട് ഒന്നാകെയാണ്. കാരണം കാർഷിക ഗവേഷണത്തിന് നാം ചെലവഴിക്കുന്ന തുക വളരെ വലുതാണ്. അതുമായി ആ മേഖലയിൽ ഉണ്ടാകുന്ന ഫലവും താരതമ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒന്നാമതായി തോട്ടവൽക്കരണം കീടനാശിനികളുടെ വർധനവിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളതാണ്. 2, നമ്മളാണ് അല്ലെങ്കിൽ ശാസ്ത്രലോകമാണ് രാസവളത്തെയും കീടനാശിനികളെയും കർഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. പക്ഷെ നമ്മളിപ്പോൾ മണ്ണിര കമ്പോസ്റ്റിൻ്റെയും ജൈവ കൃഷിയുടെയും പ്രചാരകരായി മാറുകയാണ്. അതേപോലെയാണ് ഈ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് വിരമിച്ചവരുൾപ്പെടെ ഫുക്കുവോക്കയുടെ പിൻഗാമി എന്ന് കരുതാവുന്ന പാലേക്കറുടെ
സീറോ ബജറ്റ് കൃഷിയുടെ പ്രചാരകരായും സംഘാടകരായും മാറുന്ന കാഴ്ച കായംകുളത്ത് തന്നെയുണ്ട്. ആ കൃഷി രീതിയെക്കുറിച്ച് ഗവേഷണ ലോകത്തിനുള്ള വീക്ഷണം അല്ലെങ്കിൽ അഭിപ്രായം എന്താണെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാം. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് കാർഷിക ഗവേഷണത്തിന് വേണ്ടി വളരെ കുറച്ച് തുക മാത്രമേ നമ്മുടെ രാജ്യം ചെലവഴിക്കുന്നുള്ളൂ. ഈവൻ നമ്മുടെ ശാസ്ത്ര ഗവേഷണത്തിന് വേണ്ടി നമ്മുടെ GDP-യുടെ 1% പോലും നമ്മുടെ രാജ്യം ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യമായിട്ടുള്ള വസ്തുത. പിന്നീട് തോട്ടവൽക്കരണം, അത് നമ്മുടെ CPCRയുടെ റെക്കമെൻഡേഷൻ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് തെങ്ങ് അടിസ്ഥാനമായിട്ടുള്ള കൃഷി സമ്പ്രദായമാണ് നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ടത്. തെങ്ങ് ഒരു ഏകവിളയായി കൃഷി ചെയ്യുന്നതിലും നല്ലത് ബഹുവിളയായിട്ട് വിവിധ വിളകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു കൃഷി സമ്പ്രദായമാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. നമ്മുടെ തോട്ടത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ ഉൽപാദനക്ഷമതയും വരുമാനവും എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് തെങ്ങ് അടിസ്ഥാനമായിട്ടുള്ള കൃഷി സമ്പ്രദായമാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. ജൈവ കൃഷി രീതിയിലുള്ള നമ്മുടെ ടെക്നോളജികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ, നല്ല ഉൽപ്പാദനം തെങ്ങിൽ നിന്ന് ലഭിക്കാൻ സാധിക്കും. 100-120 നാളികേരം വരെ ജൈവ കൃഷി രീതിയിലൂടെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതൊരു സത്യമാണ്. അത് ഞങ്ങൾ കർഷകരുടെ തോട്ടങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഞങ്ങളത് പരീക്ഷണങ്ങൾ നടത്തി അത് കർഷകർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. എനിക്ക് 3 ഏക്കർ വസ്തുവുണ്ട്. അതിൽ തെങ്ങുകൾ പഴയ കാലത്ത് 45-50 ദിവസം ആകുമ്പോൾ തേങ്ങ ഇടും. ഇപ്പം 6 മാസമായാലും നമ്മൾ അവരുടെ പുറകിന് നടന്നാലും തേങ്ങ ഇട്ടായിരുന്നില്ല. അത് തന്നെ തെങ്ങ് നശിക്കാൻ പ്രത്യേക ഒരു കാരണം. പിന്നെ ഇപ്പം സാറിനറിയാമല്ലോ, ഏല ഓഫീസിൻ്റെ വാതുക്കലാണ് ഞാൻ താമസിക്കുന്നത്. 6 മൂട് തൈ എൻ്റെ പോയി. അത് പുറമേ കണ്ടാൽ നമുക്കൊന്നും അറിയത്തില്ല. താഴെ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകി വന്നിട്ട് അതങ്ങ് ഉരുണ്ട് വീഴുക. ആ കാര്യം അവിടെ ചെന്ന് പറയുമ്പോൾ അവിടെ ആരും ഒരിക്കലും കാണത്തില്ല. പിന്നെ ഞാനൊരു സ്ത്രീ തന്നെ താമസിക്കുന്നത്, ഞാൻ എന്തോ ചെയ്യും? ഇപ്പം ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവിടുത്തെ സാറിനെ ഇന്നലെ ഞാൻ ഫോണിൽ കൂടെ വിളിച്ചപ്പോൾ സാറ് കോട്ടയത്താണെന്ന് പറഞ്ഞു. ഇതിനൊരു പ്രതിവിധി ചെയ്യാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെന്താ തെങ്ങ കയറാൻ പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളെ. പിന്നെ കൂലി പ്രശ്നം. ഉച്ച 8 മണിക്ക് വന്ന് 12:30 അവർ തൂമ്പ തല്ലി കുടയുമ്പോൾ 500 രൂപയുടെ ഒരു നോട്ട് കൊണ്ട് കൊടുക്കണം. അത് പിന്നെ തൊഴിലുറപ്പുകാരുടെ കാര്യം പറഞ്ഞു. തൊഴിലുറപ്പുകാർ വരുമ്പം ഞാനും കൂടെ ചെന്ന് നിന്നുകൊണ്ടാണ്. സാറ് വന്ന് കണ്ടല്ലോ, എനിക്ക് തടവെടുത്ത് തരണം അങ്ങനെ പറഞ്ഞാൽ ഇപ്പം വളം പിടിപ്പിച്ചത് 5000 ശിഷ്ടം രൂപ. നമ്മുടെ വളം നമ്മൾ തന്നെ വാരി ഇട്ടേന് 5800 രൂപ. അങ്ങനെ കൂലി കൂടുതലായതുകൊണ്ട് ഈ തെങ്ങിൽ നിന്നും ജീവിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലം. അല്ലേ പിന്നെ അതുകൂട്ട് വരുമാനങ്ങളും ഒക്കെ വേണം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുവാൻ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പദ്ധതി. ഉൽപാദനശേഷിയേറിയ ചെറുപയറിനം വികസിപ്പിച്ചെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. തെരുവ് നായ്ക്കളുടെ നിയന്ത്രണത്തിന് മൃഗസംരക്ഷണ വകുപ്പ് ദത്തെടുക്കൽ പദ്ധതി നടപ്പാക്കുന്നു. തെരുവിൽ അലയുന്ന നായ്ക്കൾക്ക് പ്രത്യേക ജനന നിയന്ത്രണ ശസ്ത്രക്രിയ നടത്തി പാർപ്പിക്കുവാനും അവയെ നായ്ക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുവാനുമാണ്
പദ്ധതി ലക്ഷ്യമിടുന്നത്. സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ 5 സന്നദ്ധ സംഘടനകൾക്ക് 2 ലക്ഷം രൂപ വീതം സഹായം നൽകും. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കുക. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0471 23 0 2283. വീട്ടുമുറ്റത്ത് മത്സ്യകൃഷിക്കായി അടുക്കളക്കുളം നിർമ്മിക്കുവാൻ ഫിഷറീസ് വകുപ്പ് സഹായം നൽകുന്നു. 3 സെൻറ്റിൽ താഴെയുള്ള സ്ഥലത്ത് കുളം നിർമ്മിക്കുവാൻ 1000 രൂപയാണ് സഹായം. താൽപ്പര്യമുള്ളവർ ജില്ലകളിലെ ശുദ്ധജല മത്സ്യകൃഷി വികസന ഏജൻസിയുമായി ബന്ധപ്പെടുക. അന്താരാഷ്ട്ര കുടുംബകൃഷി വർഷാചരണത്തോടനുബന്ധിച്ച് തൃശ്ശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം വിവിധ പദ്ധതികൾക്ക് തുടക്കമിടുന്നു. കുടുംബാംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള പരിശീലന പരിപാടികൾ, വിള പ്രദർശനങ്ങൾ, കാർഷിക ഉദ്യമങ്ങൾ, വൃദ്ധജനങ്ങൾക്കും മനോവികാസമില്ലാത്തവർക്കുമായി ലഘു കൃഷിത്തോട്ട പദ്ധതികൾ എന്നിവയാണ് നടപ്പിലാക്കുക. മൃഗപരിപാലനം, മീൻ വളർത്തൽ എന്നിവയടക്കം സമഗ്ര വികസനം കൈവരിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ക്ഷീരകർഷക ക്ഷേമനിധിയിൽ അംഗത്വം നേടുന്നതിനുള്ള അവസാന തീയതി ജനുവരി 31. ഇതുവരെ അംഗത്വമെടുത്തവരുടെ വിവരങ്ങൾ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസിൽ ലഭ്യമാണ്. ക്ഷേമനിധിയിൽ അംഗത്വത്തിന് യോഗ്യത നേടി ഫീസ് അടച്ച കർഷകർ ജനുവരി 31 മുൻപ് അപേക്ഷ നൽകണമെന്ന് ക്ഷേമനിധിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ രാമനാഥപുരത്തുള്ള കോസ്റ്റൽ സലൈൻ റിസർച്ച് സെൻറ്റർ CO8 എന്ന ചെറുപയറിനം പുറത്തിറക്കി. 55 മുതൽ 60 ദിവസം കൊണ്ട് വിളവെടുപ്പ് പരുവമാകുന്ന ഇനമാണിത്. ഒരു ചെടിയിൽ നിന്ന് 25 മുതൽ 30 വരെയുള്ള കായ്കൾ ലഭിക്കും. 1 ഹെക്ടർ ഭൂമിയിൽ 900 കിലോഗ്രാം വിളവ് നൽകാൻ കെൽപ്പുള്ളതാണ് ഈ ഇനം. വേനലിനെയും കീടരോഗങ്ങളെയും CO8 പ്രതിരോധിക്കാനാകും. പയറുവർഗ്ഗങ്ങളുടെ വിളവ് കൂട്ടാൻ സഹായിക്കുന്ന പ്ലസ് വണ്ടർ എന്ന പോഷക മിശ്രിതവും സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0456 7 23 0250. ഇമെയിൽ arsramad@tnau.ac.in. ഓരുജല മത്സ്യകൃഷിക്ക് തിരുവനന്തപുരം ജില്ലാ ഫിഷറീസ് വകുപ്പ് ആനുകൂല്യങ്ങൾ നൽകുന്നു. കായലുകളിലും കൂടുകളിലും കരിമീൻ കൃഷി ചെയ്യുന്നതിനും ഓരുജലത്തിൽ ചെമ്മീൻ കൃഷി ചെയ്യുന്നതിനും സഹായം ലഭിക്കും. കാരച്ചെമ്മീനിന് ഹെക്ടറിന് 20,000 രൂപയുടെ സഹായവും തീറ്റയുൾപ്പെടെ ലഭിക്കും. കരിമീൻ കൃഷിക്ക് വിത്തുകളായാണ് സഹായം നൽകുക. വിശദ വിവരങ്ങൾ 0471 24 64 076 എന്ന ഫോൺ നമ്പറിൽ ലഭിക്കും. കൊല്ലം കോർപ്പറേഷനിൽ നടപ്പാക്കുന്ന തെങ്ങ് കൃഷി വികസനം, പച്ചക്കറി കൃഷി വികസനം, നെൽകൃഷി വികസനം, കിഴങ്ങ് വർഗ്ഗവിളകളുടെ കിറ്റ് വിതരണം, കിണർ നിർമ്മാണവും പമ്പ് സെറ്റ് സ്ഥാപിക്കലും തുടങ്ങിയ പദ്ധതികൾക്ക് ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കൊല്ലം, ശക്തികുളങ്ങര, കിളികൊല്ലൂർ, വടക്കേവിള, ഇരവിപുരം എന്നീ കൃഷിഭവനുകളിൽ ഗുണഭോക്തൃ വിഹിതം അടയ്ക്കണം. ഈ മാസം 31 തീയതിക്ക് മുൻപെയാണ് വിഹിതം അടയ്ക്കേണ്ടത്. വാഴ, ആന്തൂറിയം, ഓർക്കിഡ് എന്നിവയുടെ മികച്ച ടിഷ്യൂ കൾച്ചർ തൈകൾക്ക് കൃഷി വകുപ്പിൻ്റെ ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറിക്കൾച്ചർ സെൻ്ററുകളുമായി ബന്ധപ്പെടാം. നേന്ത്രൻ, ക്വിൻ്റൽ നേന്ത്രൻ, ചുവന്ന കപ്പവാഴ, കദളി, റോബസ്റ്റ എന്നീ വാഴകളുടെ ടിഷ്യൂ കൾച്ചർ തൈകൾ 10 രൂപ നിരക്കിൽ കർഷകർക്ക് നൽകും. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0471 24 13
739. കല്ലിയൂർ പഞ്ചായത്തിൽ രൂപീകരിച്ച ഹരിത സമൃദ്ധി കാർഷിക കർമ്മസേനയിലേക്കുള്ള ടെക്നീഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് ഈ മാസം 31 രാവിലെ 10 മണി മുതൽ ഇൻ്റർവ്യൂ നടത്തുന്നു. 18-നും 55-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ജനുവരി 29. കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 14,800 രൂപ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,300. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 11,300. കുരുമുളക് ക്വിൻ്റലിന് 49,600. നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 12,800. നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 13,000 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ. ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 51,600 രൂപ. അൺഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 49,600 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ. ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 49,500 രൂപ. വയനാടൻ കുരുമുളക് ക്വിൻ്റലിന് 50,000 രൂപ. കൊപ്ര വിപണി ക്വിൻ്റലിന് കോഴിക്കോട് 8,100 രൂപ. തളിപ്പറമ്പ് 7,600 രൂപ. കാസർഗോഡ് 7,200 രൂപ. വെളിച്ചെണ്ണ വിപണി ക്വിൻ്റലിന് കണ്ണൂർ 12,133. കോട്ടയം 11,750. ആലപ്പുഴ 11,250 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 22.7. കോഴിക്കോട് 34.7, 22.8. കൊച്ചി 32.8, 21. ആലപ്പുഴ 34, 22.5. പുനലൂർ 34.5, 19.5. തിരുവനന്തപുരം 33.7, 22.2. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.